ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ മിക്ക കോൺവെർസേഷനിലും ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ പറയാറില്ലേ മിക്കവാറും ചെയ്ത് കാണുമായിരിക്കും. ഈ ഒരു രീതിയിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ പറയാറില്ലേ. മിക്കവാറും ചെയ്ത് കാണുമായിരിക്കും, മിക്കവാറും പോയി കാണുമായിരിക്കും, മിക്കവാറും അവൾ എഴുതിയിട്ടുണ്ടാകും, മിക്കവാറും അവൾ വിളിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 90% നമ്മളൊരു ഉറപ്പോട് കൂടിയിട്ട് ഗസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് അല്ലേ. അവൾ മിക്കവാറും ചെയ്തിട്ടുണ്ടാവും, അവൾ മിക്കവാറും വിളിച്ചിട്ടുണ്ടാവും. ഇതുപോലെ നമ്മളൊരു ഉറപ്പ് കാണിക്കുന്ന തരത്തിലുള്ള സെൻറ്റൻസുകൾ. അപ്പോൾ ഇതുപോലുള്ള സെൻറ്റൻസുകൾ പറയാനായിട്ട് നമ്മൾ ഓർക്കേണ്ടത് മസ്റ്റ് എന്നുള്ള മോഡൽ ഓക്സിലറി വെർബാണ് അല്ലേ. നമ്മൾ മസ്റ്റ് എന്ന മോഡൽ ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് ഇതുപോലുള്ള സെൻറ്റൻസുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്ന് നോക്കാം. മസ്റ്റ് ഹാവ് പ്ലസ് V3 കേട്ടോ. എന്താണ് മസ്റ്റ് ഹാവ് പ്ലസ് V3 ആണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് കേട്ടോ. മിക്കവാറും ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ഒരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ് മസ്റ്റ് ഹാവ് പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം കേട്ടോ. മസ്റ്റ് ഹാവ് പ്ലസ് വെർബിൻ്റെ തേർഡ് ഫോം. അപ്പോൾ സെൻറ്റൻസുകൾ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ പറഞ്ഞു നോക്കാം. അയാൾ മിക്കവാറും പോയി കാണുമായിരിക്കും. അയാൾ മിക്കവാറും പോയി കാണുമായിരിക്കും. എങ്ങനെ പറയാം? പോയി കാണും എന്നതാണ് അല്ലേ. എങ്ങനെ പറയാം? അയാൾ ഹി മസ്റ്റ് ഹാവ് ഗോൺ. ഹി മസ്റ്റ് ഹാവ് ഗോൺ. അപ്പോൾ ഇവിടെ ഹി ആണ് സബ്ജക്റ്റ്. ഹി മസ്റ്റ് ഹാവ് പോകുക. എന്താണ് പോകുക എന്നുള്ളതിന് ഗോ എന്നാണ്. അപ്പോൾ ഗോയിൻ്റെ തേർഡ് ഫോം എന്താണ്? ഗോൺ. പോയി കാണും എന്നാണ് അർത്ഥം കേട്ടോ. പോയിട്ടുണ്ടാവും, പോയി കാണും എന്നാണ് അർത്ഥം വരുന്നത്. ഹി മസ്റ്റ് ഹാവ് ഗോൺ. അയാൾ തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അയാൾ മിക്കവാറും പോയി കാണും. ഓക്കെ, ഇനി അയാൾ പോയിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നതെങ്കിലോ അയാൾ മിക്കവാറും അയാൾ പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾ തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് എങ്കിൽ മസ്റ്റ് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്ത് കൊടുത്താൽ കേട്ടോ. നെഗറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ നമ്മൾ നോട്ട് ചേർക്കണം. ഹി മസ്റ്റ് നോട്ട് ഹാവ് ഗോൺ. ഹി മസ്റ്റ് നോട്ട് ഹാവ് ഗോൺ. അയാൾ മിക്കവാറും പോയിട്ടുണ്ടാവില്ല. ഹി മസ്റ്റ് നോട്ട് ഹാവ് ഗോൺ. ഓക്കെ, നെക്സ്റ്റ് അവർ അത് ചെയ്തിട്ടുണ്ടാകും. അവർ അത് ചെയ്തിട്ടുണ്ടാകും. മിക്കവാറും അവർ അത് ചെയ്തിട്ടുണ്ടാകും. എങ്ങനെ പറയാം? They must have done that. They must have done that. ചെയ്യുക എന്നുള്ളതിന് ഡു എന്നാണ് പറയുക അല്ലേ. ചെയ്യുക. അപ്പോൾ ചെയ്തിട്ടുണ്ട് എന്നാവണമെങ്കിൽ ഡൺ. ഡൂയുടെ തേർഡ് ഫോം എന്താണ്? ഡൺ എന്നാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ പറയാം? They must have done that. അവർ അത് ചെയ്തിട്ടുണ്ടാകും. ഇനി അവരത് ചെയ്തിട്ടുണ്ടാകില്ല. മിക്കവാറും അവരത് ചെയ്തിട്ടുണ്ടാകില്ല എന്ന് എങ്ങനെ പറയാം? നമ്മളെന്താ പറഞ്ഞത്? മസ്റ്റ് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്താൽ മതി. എങ്ങനെ പറയാം? ദേ മസ്റ്റ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. ദേ മസ്റ്റ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്. അവരത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അവരത് മിക്കവാറും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. എക്സാം തുടങ്ങിയിട്ടുണ്ടാകും. എക്സാം തുടങ്ങിയിട്ടുണ്ടാകും. എങ്ങനെ പറയാം? ദി എക്സാം മസ്റ്റ് ഹാവ് ബിഗൺ. ദി എക്സാം മസ്റ്റ് ഹാവ് ബിഗൺ. ദി എക്സാം മസ്റ്റ് ഹാവ് ബിഗൺ. തുടങ്ങുക എന്നുള്ളതിന് ബിഗിൻ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ബിഗിൻ എന്നുള്ളത് തുടങ്ങിയിട്ടുണ്ടാവും എന്നാണെങ്കിലോ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ പറയാം? ബിഗൺ എന്നുള്ളതാണ് കേട്ടോ. ബിഗിനിൻ്റെ തേർഡ് ഫോം എന്താണ്? ബിഗൺ എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് തുടങ്ങുക എന്നുള്ളതിന് സ്റ്റാർട്ട് എന്നുള്ള വേർബ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ട് എന്നുള്ള വേർബിൻ്റെ V3 ഫോം എന്താണ്? സ്റ്റാർട്ടഡ്. അപ്പോൾ എങ്ങനെ പറയാം? ദി എക്സാം മസ്റ്റ് ഹാവ് സ്റ്റാർട്ടഡ്, അല്ലെങ്കിൽ ദി എക്സാം മസ്റ്റ് ഹാവ് ബിഗൺ. രണ്ടും വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ മനസ്സിലായോ? മസ്റ്റ് ഹാവിൻ്റെ ഉപയോഗം മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾസും കൂടെ നോക്കാം. അവർ കട അടച്ചിട്ടുണ്ടാകും. അവർ കട അടച്ചിട്ടുണ്ടാകും. എങ്ങനെ പറയാം? They must have closed the shop. They must have closed the shop. അവർ എന്നുള്ളത് they എന്നാണ് അല്ലേ. പിന്നെ must have പറയാം. They must have എന്താണ് ചെയ്തിട്ടുണ്ടാവുക? ക്ലോസ്ഡ്. അടച്ചിട്ടുണ്ടാകും അല്ലേ. എന്തടച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്? ദ ഷോപ്പ്. കട അടച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് അല്ലേ. ദേ മസ്റ്റ് ഹാവ് ക്ലോസ്ഡ്. അവർ മിക്കവാറും അടച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർ മിക്കവാറും അടച്ചു കാണുമായിരിക്കും. ദ ഷോപ്പ്. കട അല്ലേ. അവൻ മിക്കവാറും അവളെ വിളിച്ചിട്ടുണ്ടായിരിക്കും. അവൻ മിക്കവാറും അവളെ വിളിച്ചു കാണുമായിരിക്കും. എങ്ങനെ പറയാം? ഹി മസ്റ്റ് ഹാവ് കോൾഡ് ഹർ. ഹി മസ്റ്റ് ഹാവ് കോൾഡ് ഹർ. വിളിക്കുക എന്നുള്ളത് എന്താണ്? കോൾ എന്നല്ലേ. കോൾ വിളിക്കുക. കോൾഡ് വിളിച്ചു, വിളിച്ചിട്ടുണ്ട്.
കോൾഡ് വിളിച്ചിട്ടുണ്ട്. V3 ഫോമാണ് കോൾഡ് കേട്ടോ. ദേ മസ്റ്റ് ഹാവ് കോൾഡ് ഹർ, അവളെ വിളിച്ചിട്ടുണ്ടായിരിക്കും. ദേ മസ്റ്റ് ഹാവ് കോൾഡ് ഹർ. നെക്സ്റ്റ്, അവളത് മിക്കവാറും മറന്നു കാണുമായിരിക്കും. അവരത് മിക്കവാറും മറന്നു കാണുമായിരിക്കും എന്ന് വെച്ചാൽ അവളത് മറന്നിട്ടുണ്ടാകും. എങ്ങനെ പറയാം? ഷീ മസ്റ്റ് ഹാവ് ഫോഗോട്ടൺ ഇറ്റ്. ഷീ മസ്റ്റ് ഹാവ് ഫോഗോട്ടൺ ഇറ്റ്. ഷീ മസ്റ്റ് ഹാവ് ഫോഗോട്ടൺ ഇറ്റ്. അവൾ എന്നുള്ളതിന് ഷീ എന്ന് യൂസ് ചെയ്തു. പിന്നെ മറക്കുക, ഫോഗോട്ട്സ്, മറക്കുക, ഫോഗോട്ട്സ്. മറന്നിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ പറയാം? ഫോഗോട്ടൺ. ഫോഗോട്ടൺ ആണ് അതിൻ്റെ തേർഡ് ഫോം കേട്ടോ. PPV ഫോം എന്താണ്? ഫോഗോട്ടൺ എന്നാണ്. അപ്പോൾ നമുക്ക് തേർഡ് ഫോമാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ പറയാം, ഷീ മസ്റ്റ് ഹാവ് ഫോഗോട്ടൺ ഇറ്റ്. അവളത് മറന്നിട്ടുണ്ടാവും. ഒറ്റ എക്സാമ്പിളും കൂടെ പറയാം. അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും. അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ മിക്കവാറും അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെ പറയാം? മിക്കവാറും അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെ പറയാം? They must have eaten the food. They must have eaten the food. They must have eaten the food. They, അവർ, they must have, അവർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നല്ലേ പറയുന്നത്. എന്ത്? ഈറ്റൻ, ഭക്ഷണം കഴിക്കുക. ഈറ്റ് എന്നാണ് കഴിക്കുക എന്നുള്ളതിന് കേട്ടോ. കഴിക്കുക, തിന്നുക എന്നൊക്കെ എന്താണ്? ഈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈറ്റ് തിന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടാകും എന്നാണെങ്കിലോ ഈറ്റൻ എന്നാണ് കേട്ടോ. തേർഡ് ഫോം ഈറ്റൻ ആണ്. നമുക്ക് തേർഡ് ഫോമാണ് വേണ്ടത്. They must have eaten, എന്താണ് അവർ കഴിച്ചിട്ടുണ്ടാവുക? The foods, the food, അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും. അവർ മിക്കവാറും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് സമയം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇതുപോലുള്ള സെൻറ്റൻസുകൾ കുറച്ചെണ്ണം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത് തറവായിട്ട് അവിടെ കിടന്നോളും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക്